ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളോട് ആര് പറഞ്ഞു മരിച്ചത് സച്ചിയാണെന്ന്? അത് ആ സ്ത്രീയുടെ ഭർത്താവാ. എന്റെ മക്കച്ചായ. അയ്യോ അയ്യോ. എങ്ങോട്ട് കയറ്റിവിടെ? വാടക വീട്ടിൽ ശവടക്കാൻ പറ്റില്ലല്ലോ. ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായിട്ടില്ലാത്തവന്റെ ശവടക്കം നടത്താൻ പൊതുശ്മശാനം അല്ലാതെ മറ്റെന്തുണ്ട്? വേണമെങ്കിൽ മാഡത്തിന് പോയി ആ കാഴ്ച ഒന്ന് കാണാം. നല്ലൊരു റീത്ത് വെക്കുകയും ചെയ്യാം. അത് വേണം. പൊതുശ്മശാനത്തിൽ അവന്റെ ചിത കത്തിക്കുന്നതിന് മുൻപ് മനോഹരമായ റോസാപ്പൂക്കൾ കൊണ്ടുള്ളൊരു റീത്തുമായി ഞാൻ അവിടെ ചെല്ലും. പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവന്റെ നെഞ്ചിൽ ആ റീത്ത് വെക്കും. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവന്റെ കുടുംബത്തെ അനുശോചനം അറിയിക്കുകയും ചെയ്യും. ഇനി ഒരുത്തം കൂടി തീരുമെന്ന കേട്ടത്. അതോടെ ജയിലിൽ കിടക്കുന്ന ആ പെണ്ണുപിള്ളയ്ക്ക് ഇനി ഒരിക്കലും പുറത്തിറങ്ങാനും പറ്റില്ല. അവരുടെ അന്ത്യം മിക്കവാറും ജയിലിൽ തന്നെ ആയിരിക്കും. സച്ചിയുടെ ചിത കത്തുന്നതിന് മുമ്പ് അവർക്കുള്ള പണി കൊടുത്തിരിക്കണം. അവരുടെ വൃത്തിയേട്ട കൈകൊണ്ട് എന്റെ കവിളിൽ തൊട്ടതിന്റെ നാറ്റം ഇതുവരെ മാറിയിട്ടില്ല. ആ നാറ്റം ഇന്നത്തോടെ കഴുകിക്കളയണം. മാഡം പേടിക്കണ്ട. രാജീവ് സാർ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ലോക്കപ്പിനുള്ളിൽ വെച്ച് തന്നെ അവർക്ക് കിട്ടേണ്ടത് കിട്ടും. ഇനി അവരെ രക്ഷിക്കാൻ ആരും വരില്ല. കഴിഞ്ഞ തവണ ഗോകുൽ അഡ്വക്കേറ്റ് ആരതി വർമ്മയെ മുന്നിൽ നിർത്തി സച്ചിയെ രക്ഷിച്ചതുപോലെ ഇത്തവണയും രക്ഷപ്പെടാന്നായിരിക്കും ആ സ്ത്രീ കരുതുന്നത്. പക്ഷെ നടക്കില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. ഇത്തവണ അഡ്വക്കേറ്റ് ആരതി വർമ്മയല്ല, അതിനേക്കാൾ മുന്തിയ വക്കീല് വന്നാലും ആ സ്ത്രീക്ക് ജാമ്യം കിട്ടില്ല. അഡ്വക്കേറ്റ് ഗോകുൽരാജിന് പകരം കോടതിയിൽ ഹാജരാവേണ്ട APP ആരാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ആരതി വർമ്മ ഇപ്പൊ ആ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാ. ആശുപത്രിയിൽ മുഴുവൻ സമയവും അവരോടൊപ്പം ആരതി വർമ്മ ഉണ്ടായിരുന്നു. അവളാണല്ലോ അവനെ ആശുപത്രി കൊണ്ടെത്തിച്ചത്. എന്നിട്ട് എന്തായി? കോടതിയിൽ നിന്ന് അവനെ രക്ഷിക്കാൻ ആരതി വർമ്മയ്ക്ക് സാധിച്ചു. പക്ഷേ ഇപ്പോഴോ? അവന്റെ മരണവാർത്ത ഇതിനോടകം തന്നെ രാജീവ് സാർ ആ തള്ളയെ അറിയിച്ചിട്ടുണ്ടാവും. ആരുടെ ദേഹത്താണ് കൈ തൊട്ടേന്ന് അവര് മറന്നുപോയി. പക്ഷേ എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ മൂർത്തി. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. മരുമകന്റെ ശവം കാണാൻ അവരെ കൈവിലങ്ങിട്ട് കൊണ്ടുവരാൻ പറയണം രാജീവിനോട്. അതൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് മാഡം. നന്നായിട്ടൊന്ന് ഒരുങ്ങണം എനിക്ക്. കൈവിലങ്ങിട്ട് ആ തള്ളെ അവന്റെ ചത്തുമലച്ച ശവത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോ അവരുടെ കൺമുന്നി വെച്ച് പുഞ്ചിരിയോടെ തന്നെ വേണം എനിക്ക് ആ റീത്ത് വെക്കാൻ. എങ്കിലേ എന്റെ മനസ്സൊന്ന് തണുക്കൂ. എന്താ എന്തു പറ്റി? എന്താ? പോയി, എല്ലാം പോയി വക്കീല്. സച്ചി നമ്മളെ വിട്ടുപോയി. ഇറങ്ങ.
അമ്മ നമ്മുടെ സച്ചി ഞങ്ങളൊക്കെ വിട്ടുപോയല്ലോടാ. എന്റെ ദൈവമേ, എന്റെ കൈ കൊണ്ട് തന്നെ നിനക്ക് ഞാൻ വിഷം തന്നല്ലോടാ. അമ്മയോട് ക്ഷമിക്കടാ മോനെ സച്ചി. നമ്മുടെ സച്ചി പോയല്ലോടാ രൂപേ. അയ്യോ മോനെ, മോനെ മോനെ. നമ്മുടെ കുഞ്ഞിക്ക് ഇനി ആരുണ്ടല്ലോ. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? മാറി നിൽക്ക്. ഡോക്ടർ, ഡോക്ടർ സച്ചി. അയ്യോ അയ്യോ എന്റെ വക്കച്ചായ, വക്കച്ചായ. അയ്യോ, നിങ്ങളോട് ആര് പറഞ്ഞു മരിച്ചത് സച്ചിയാണെന്ന്? അത് ആ സ്ത്രീയുടെ ഭർത്താവാ. എന്റെ വക്കച്ചായ. അയ്യോ അയ്യോ വക്കച്ചായ. സിസ്റ്റർ കൊണ്ടുപോയിക്കോ. അയ്യോ വാ, നടക്ക്, വാ. മോനെ എല്ലാരും നോക്കിക്കൊണ്ടിട. അമ്മ ഡോക്ടർ, അപ്പോ സച്ചി? സച്ചി ഗുരുതരാവസ്ഥയിലായിരുന്നു. മരിച്ചെന്നാ ഞങ്ങളും കരുതിയത്. അപ്പോഴാണ് ഞങ്ങളെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഡോക്ടർ, എന്താ? ഡോക്ടർ പേഷ്യന്റ് മരിച്ചിട്ടില്ല.